ഈ കഥ ആരംഭിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. കുറച്ച് വൈക്കിങ്സ് ആയുധങ്ങളുമായിട്ട് ഒരു ലേക്കിന് മുമ്പിലേക്ക് വന്നു. അതിനെ തുടർന്ന് വൈക്കിംഗ് രാജാവ് ഇപ്പം കുറച്ച് വെള്ളം കയ്യിൽ കോരിയെടുത്തു. ഈ സമയം അയാളുടെ പുറകിലായിട്ട് പുള്ളിയുടെ മകളായ അസയും നിൽപ്പുണ്ട്. രാജാവ് ഇപ്പം നോക്കുന്നത് ആ ലേക്കിന്റെ നടുവിലുള്ള ഒരു ദ്വീപിലേക്കാണ്. ഈ സമയം അസ അവിടെ നിന്ന് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. അച്ഛാ, ഇത് കണ്ടിട്ട് എനിക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ശരിയാകും മോളെ, ഇത് ഓടിന്റെ തന്നെ ആഗ്രഹമാണ് എന്നും പറഞ്ഞ് അയാൾ അയാളുടെ ആർമിയോട് തയ്യാറാവാൻ വിളിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് എല്ലാവരും അവരുടെ ആയുധങ്ങളൊക്കെ റെഡിയാക്കി. ഒരാൾ നല്ല തടിച്ച ഒരു ചെമ്മരിയാടൻ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇതെല്ലാം കാണുന്ന അസയാണെങ്കിൽ അവളുടെ കഴുത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ലോക്കറ്റ് ഉണ്ട്, അതിൽ പിടിച്ചു. എന്റെ അവൾ അച്ഛനോട് വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ അത്യാഗ്രഹം നമ്മുടെ നാശത്തിനാണെന്നാണ്. അങ്ങനെ അവർ ആ ആടിനെ ഒരു ചെറിയ ചങ്ങാടത്തിൽ വെള്ളത്തിലേക്ക് നിർത്തി. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർക്ക് മുമ്പിലായിട്ട് പന്തം പിടിച്ചുകൊണ്ട് രാജാവും നിൽപ്പുണ്ട്. പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം കേട്ടത്. അതിനെ തുടർന്ന് എല്ലാവരും അലേർട്ടായി. നോക്കിയപ്പം ആ വെള്ളത്തിൽ നിന്നൊരു ഭീകര രൂപം പൊങ്ങി വന്നു. അതിന്റെ അലർച്ച മാത്രം കേൾക്കാം. അത് കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഇവിടെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നത്, റഗ്നറോക്ക്. 2013 നോർവീജിയൻ ഭാഷയിലാണ് ഈ സിനിമ റിലീസായത്. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ. ആദ്യം തന്നെ നമുക്ക് നായകനെ പരിചയപ്പെടാം. ഇവന്റെ പേര് സിഗാർഡ്. ആളൊരു ആർക്കിയോളജിസ്റ്റ് ആണ്. പുള്ളി ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നത് ആ വൈക്കിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന മ്യൂസിയത്തിൽ ഇന്ന് ഇൻവെസ്റ്റേഴ്സുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പോൾ ധൃതി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. ഒരു കാലത്ത് ഈ സിഗാർഡും ഭാര്യയും കൂടെ ആയിരുന്നു ഈ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. ഇവർക്ക് 2 കുട്ടികളാണ്. ഇപ്പൊ സിഗാർഡ് ഒറ്റയ്ക്കാണ് അവരെ നോക്കുന്നത്. മൂത്തവളുടെ പേര് റാഗി, ഇളയവന്റെ പേര് ബ്രാഗ്. അങ്ങനെ സിഗാർഡ് കിച്ചണിലേക്ക് ചെന്നിട്ട് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൻ ബ്രാഗിനോട് ഒരു കാര്യം ചോദിച്ചു. അല്ല ബ്രാഗ്, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കമ്പ്യൂട്ടർ തൊടരുതെന്ന്. എനിക്ക് ഒരുപാട് മെയിൽസ് ഒന്നും കിടപ്പുണ്ടല്ലോ. അതിന് മറുപടി പറഞ്ഞത് അപ്പുറത്തിരിക്കുന്ന റാഗിയാണ്. പക്ഷെ അവിടെ കാണിക്കുന്നില്ല. ഞങ്ങൾ പലതവണ പറഞ്ഞല്ല അച്ഛൻ്റെ അടുത്തൊരു കമ്പ്യൂട്ടർ വാങ്ങിത്തരാൻ, കേട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛൻ്റെ കമ്പ്യൂട്ടർ എടുത്തത്. അവിടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ചായമായിട്ട് പിള്ളേരുടെ അടുത്തേക്ക് എത്തി. ഈ സമയം പിള്ളേരാണെങ്കിൽ ഡ്രസ്സ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അല്ല, നിങ്ങളെന്താ പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നത്? ഓ അതോ, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ അവസാനത്തെ ദിവസമാണ്. അച്ഛൻ അതൊക്കെ മറന്നുപോയല്ലേ? നാളെ മുതൽ വെക്കേഷനാണ്. അതുകൊണ്ട് ഇന്ന് ചേച്ചിയുടെ ഒരു പാട്ടിന്റെ പ്രോഗ്രാം ഒക്കെ അവിടെ ഉണ്ട്. അച്ഛൻ തീർച്ചയായിട്ടും വരണം കേട്ടോ. ബ്രാഗാണിത് പറഞ്ഞത്. ഓ, ഞാനത് മറന്നുപോയി. 3 മണിക്കല്ലേ പരിപാടി, ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കും. എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് സിഗാർഡ് അയാളുടെ കാറും എടുത്ത് നേരെ അയാൾ വർക്ക് ചെയ്യുന്ന മ്യൂസിയത്തിലേക്ക് വിട്ടു. ഇതൊരു വൈക്കിംഗ് മ്യൂസിയം ആണ്. സിഗാർഡ് കയറി ചെല്ലുമ്പോൾ തന്നെ അവന്റെ ബോസ് അവിടെ നിൽപ്പുണ്ട്. മ്യൂസിയത്തിന്റെ ഹാളിലായി പഴകിയൊരു ഷിപ്പ് ആണ്. ഇത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ വൈക്കിങ്സിന്റേതാണ്. ഇതാണ് പുതിയതായിട്ട് ഇവർ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് സിഗാർഡ് പോകാതിരിക്കുന്നത്. നീ എന്താ എത്ര ലേറ്റ് ആയത്? 9:30 ആയല്ലോ സമയം. എത്ര നേരമായെന്നറിയാം അവർ കാത്തിരിക്കുന്നു. സോറി ബോസ്, പിള്ളേർ സ്കൂളിൽ വിടാൻ താമസിച്ചു, അതാ ലേറ്റ് ആയത്. പൊന്ന് സിഗാർഡേ, ഇതുപോലത്തെ സില്ലി എക്സ്ക്യൂസ് ഒന്നും പറയാതെ കേട്ടോ. നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 8 മില്യൺ ആണ്. പിന്നെ 3 വർഷം കൂടെ അവർ നമുക്ക് കൂട്ടിത്തരുകയും ചെയ്തു. എന്നിട്ടും നമ്മൾ ഇതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ മീറ്റിംഗിൽ എല്ലാത്തിനും ഒരു തീരുമാനമാവും. കാരണം ആ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നല്ല ദേഷ്യത്തിലാണ്. ഇനി എല്ലാം നിന്റെ മിടുക്ക് പോലിരിക്കും എന്നും പറഞ്ഞിട്ട് ബോസ് അകത്തേക്ക് നടന്നു. അങ്ങനെ വേഗം തന്നെ ആ മീറ്റിംഗ് ആരംഭിച്ചു. ഒരു പ്രൊജക്ടറിൽ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് സിഗാർഡ് ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഷിപ്പ് കണ്ടില്ലേ? ഇതാണ് ഇന്നേ വരെ വൈക്കിങ്സിൻ്റെതായിട്ട് നമ്മൾ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു കാര്യം. ഈ ഷിപ്പിനുള്ളിൽ നിന്ന് കുറെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ആ വൈക്കിംഗ് രാജകുമാരിയായ അസയുടെയും അവളുടെ ഒരു അടിമയുടെയും അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് തകർന്ന നിലയിലാണ് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് നമ്മൾ ഈ ഷിപ്പ് റീകൺസ്ട്രക്ട് ചെയ്യായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായ കാര്യം, ഈ ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ടാൻസ്ബർഗ് എന്ന സ്ഥലത്തിന് ചുറ്റും ചെറിയ യാത്രകൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ പിന്നീടുള്ള നമ്മുടെ പരിശോധനയിൽ ഈ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നും ചില മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഷെല്ലുകൾ കണ്ടെത്തി. പക്ഷെ ആ ഷെല്ലുകളൊന്നും ടാൻസ്ബർഗ് എന്ന സ്ഥലത്തിലുള്ളതല്ല. അത് കുറേ ദൂരം വടക്ക് സ്ഥിതി ചെയ്യുന്ന ഫിൻമാർക്ക് എന്ന സ്ഥലത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ വൈക്കിങ്സ് ഈ ഷിപ്പുമായി ഫിൻമാർക്കിലേക്ക് പോയിട്ടുണ്ട്. വളരെ ത്രില്ലിങ്ങിലാണ് സിഗാർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിൽ ഈ സമയം ഒരു ഇൻവെസ്റ്റർ ചോദിച്ചത്, ആ കാര്യം ഉറപ്പിക്കാൻ ഈ ഷെല്ലുകളല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയോ? എന്നാൽ അത് കേട്ടപ്പം സിഗാർഡ് ഒന്ന് സൈലന്റ് ആയി. ഈ സമയം ഒരു ഇൻവെസ്റ്റർ ലേഡി ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇതാണോ നിന്റെ വലിയ കണ്ടുപിടുത്തം? ഇതിനാണോ നമ്മൾ ഇത്രയും കാശ് മുടക്കിയത്? അല്ല മാഡം, വേറെയും കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ ഡയറി എടുത്തു. എന്നിട്ട് അവരെയും കൂട്ടി ആ ഷിപ്പിൽ നിന്ന് കണ്ടെടുത്ത ഒബ്ജക്ട്സ് ഒക്കെ വെച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതെല്ലാം അവിടെയുള്ള ഒരു ഗ്ലാസ് പെട്ടിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കിയാലും ഈ ഷിപ്പിൽ നിന്ന് കിട്ടിയതെല്ലാം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ പെട്ടിയിൽ കിടക്കുന്ന ഈ ഒബ്ജക്ട്സ് കണ്ടില്ലേ? ഇതെല്ലാം ആ ക്യൂൻ അസയുടെ അവശിഷ്ടങ്ങളുടെ കൂടെ കിട്ടിയതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താന്ന് പോലും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഷിപ്പിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ ഈ കഷ്ണം കണ്ടില്ലേ? ഇതിൽ മാത്രമാണ് എന്തെങ്കിലും എഴുതിയിട്ടുള്ളത്. അത് കുറെ വരകൾ പോലുള്ളൊരു ലിപിയാണ്. അതിനർത്ഥം മനുഷ്യരുടെ അറിവ് വളരെ ചെറുതാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ വൈക്കിങ്സിന് മനുഷ്യരുടെ വരും തലമുറകളോട് പറയാനുണ്ടായിരുന്നത് നമ്മുടെ അറിവുകൾ വളരെ ചെറുതാണെന്നാണ്. പക്ഷെ നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിക്കേ, അപ്പോൾ അവർക്ക് എന്തൊക്കെ അറിയാമായിരിക്കും?
പിന്നെ ഈ മൃഗത്തിന്റെ തല കണ്ടില്ലേ, ഇതുപോലത്തെ 5 നമുക്ക് കിട്ടി. അതിലൊന്ന് അസയുടെ കയ്യിലായിരുന്നു. ഇതിൽ ഈ പാറ്റേൺ പോലെ കാണപ്പെടുന്ന കണ്ടില്ലേ, ഇത് വെറും ഒരു പാറ്റേൺ അല്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വർഷമായിട്ട് റിസർച്ച് നടത്തി എന്നും പറഞ്ഞ് സിഗാർഡ് അവന്റെ കയ്യിലുള്ള ഡയറി തുറന്നു. അതിൽ ആ പാറ്റേണുകളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ പാറ്റേൺസ് എല്ലാം പ്രാചീന കാലത്തെ എഴുത്തുകളാണ്. ഈ എഴുത്തുകുത്തുകളെല്ലാം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക ഒരേ ഒരു കാര്യത്തിലാണ്: റഗ്നറോക്ക്, ലോകാവസാനം. നമ്മൾ ഒരിക്കലും ഈ ലോകാവസാനത്തെക്കുറിച്ച് എഴുതിയ ലിപികളൊന്നും ഇതിനു മുമ്പ് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എന്തോ കാര്യം അസയ്ക്ക് അറിയാമായിരിക്കും. ആ രഹസ്യവും പേറിക്കൊണ്ടാണ് അവൾ മരിച്ചിരിക്കുന്നത്. അവളുടെ ഈ അവശിഷ്ടങ്ങളിൽ റഗ്നറോക്ക് എന്ന മിത്തിന്റെ ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അവൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പം മറ്റേ ഇൻവെസ്റ്റർ വീണ്ടും ഒരു കാര്യം ചോദിച്ചു: ഈ റഗ്നറോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനം, അതിലെന്ത് രഹസ്യമാണ് ഇരിക്കുന്നത്? എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയാണ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് സാർ. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയല്ല. ഈ റഗ്നറോക്ക് മിത്ത് എന്തെങ്കിലും ഒരു റിയൽ ഇൻസിഡന്റ് ആണെങ്കിലോ, വളരെ പ്രാധാന്യമുള്ള ഒന്ന്. ഒരുപക്ഷെ ആ ഇൻസിഡന്റ് ആയിരിക്കും നോർസ് മിത്തോളജിയെ തന്നെ മാറ്റിമറിച്ചത്. അവൻ അത് പറഞ്ഞപ്പം എല്ലാവരും അവനെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു. എന്തോന്ന് കണ്ടുപിടുത്തമാണോ ഇത്? ഇതിനു വേണ്ടിയിട്ടാണ് പൈസ മുടക്കുന്നതെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ചില്ലി കാശ് പോലും ഞങ്ങൾ തരത്തില്ലായിരുന്നു. നീ ഒരുപാട് നിരാശപ്പെടുത്തി സിഗാർഡ് എന്നും പറഞ്ഞിട്ട് ആ പരിപാടി തന്നെ സ്റ്റോപ്പ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും അവിടെ പോയി. സിഗാർഡ് ആണെങ്കിലും വളരെ നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ബോസ് അവനെ കാണാൻ വന്നു. അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. ആ മൃഗത്തിന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നെല്ലാം പ്രാചീന കാലത്തെ ലിപികളാണ് എന്ന് നീ എങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു? അതിന് വല്ല തെളിവുകളുണ്ടോ നിന്റെ കയ്യിൽ? തെളിവുകളുണ്ട് ബോസ്, കൂടുതൽ ഡോക്യുമെന്റ്സ്. ഇതെന്റെ മാത്രം നിഗമനമല്ല, എന്റെ ഭാര്യയായ മാരനും അത് ശരിവെച്ചാണ്. മാരനോ? അവള് മരിച്ചിട്ട് 5 വർഷമായില്ലേ? അവളുടെ ഉറപ്പിലാണോ നീ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്? പൊന്ന് സിഗാറെ, നമിച്ചു നിന്നെ. പിന്നെ നിന്റെ ഒരു കോവർക്കർ ഉണ്ടല്ലോ അലൻ, ഇതും അന്വേഷിച്ച ഫിൻമാർക്കിലേക്ക് പോയിട്ട് എത്ര ദിവസമായി? വല്ല വിവരം ഉണ്ടോ അവനെ കുറിച്ച്? എനിക്ക് നിന്നോട് ഇനി ഒന്നേ പറയാനുള്ളൂ സിഗാർഡ്. എന്തായാലും ഇതെല്ലാം പൂട്ടിക്കെട്ടി. ഇനിയിപ്പം ഇവിടെ ഒരു ഗൈഡിന്റെ ഒഴിവുണ്ട്, വേണമെങ്കിൽ നീ ആ ജോലിക്കൊന്ന് അപ്ലൈ ചെയ്തേക്കി എന്നും പറഞ്ഞിട്ട് ബോസ് അവിടുന്ന് പോയി. അതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെ അവൻ ആ കൂട്ടിൽ വെച്ചിരിക്കുന്ന ആ മൃഗത്തിന്റെ തലയും നോക്കി കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. പിന്നീട് അവൻ വണ്ടി എടുത്ത് നേരെ പോയത് ഒരു കായലിന്റെ തീരത്തേക്കാണ്. അവിടെ കാറിലിരുന്ന് ഇപ്പോഴും അവൻ അവന്റെ ഡയറി ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ശരിയാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവൻ. പെട്ടെന്നാണ് അവൻ അവന്റെ കുട്ടികളുടെ കാര്യം ഓർക്കുന്നത്. സമയം നോക്കിയപ്പോൾ സമയം വൈകിയിരിക്കുന്നു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. അവൻ നേരെ വിട്ട് സ്കൂളിലേക്ക്. എന്നാൽ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴോ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനൊരു സോറിയൊക്കെ പറയാൻ ശ്രമിച്ചു. എന്നാൽ കുട്ടികളതൊന്നും മൈൻഡ് ചെയ്യാതെ വല്ലാത്ത ദേഷ്യത്തിലാണ് വണ്ടിയിലേക്ക് കയറിയത്. അങ്ങനെ സമയം വൈകുന്നേരമായി. എല്ലാവരും ഇപ്പോൾ വീട്ടിലെത്തി. കുട്ടികൾ രണ്ടുപേരും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം സിഗാർഡ് ആണെങ്കിൽ അയാളുടെ റൂമിലിരിക്കുകയാണ്. അതിനിടയിൽ ബ്രാഗ് അങ്ങോട്ട് വന്നു. അവന്റെ ദേഷ്യമൊക്കെ മാറി. അവനിപ്പോൾ അവന്റെ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത്? ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്ന് ചോദിച്ചിട്ട് അവൻ അവന്റെ അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു. ഈ സമയം സിഗാർഡ് പറയുന്നത്, നോക്കു മോനെ, എന്റെ ജോലിയുടെ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ, ഇന്ന് നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റായിരുന്നത്. ഞാൻ അങ്ങോട്ട് ഓടി വന്നപ്പോഴേക്കും സമയം കഴിയുകയും ചെയ്തു, അതൊക്കെ നീ കണ്ടതല്ലേ. ഈ സമയം അവൻ ചോദിക്കുന്നത്, അല്ല അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ ഞങ്ങളുടെ കാര്യം മാനേജ് ചെയ്യാൻ പറ്റത്ത്? അച്ഛൻ എന്തുകൊണ്ട് വീണ്ടും ഒരു കല്യാണം കഴിച്ചുകൂടാ? ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഈ ലോകത്തില്ലേ? ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഈ ലോകത്തുണ്ടെന്നോ? അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഇന്റർനെറ്റിൽ കാണുന്നല്ല അതൊക്കെ. ഓ, അപ്പൊ നീ ഇന്റർനെറ്റിൽ മെസ്സേജ് അയച്ചതുകൊണ്ടാണല്ലേ എനിക്ക് ഇങ്ങനത്തെ റിപ്ലൈസ് ഒക്കെ വരുന്നത്. നിനക്കറിയോ, നീ പറഞ്ഞ പോലത്തെ ഒരു പെണ്ണ് എനിക്ക് റിപ്ലൈ അയച്ചു, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അവരുടെ പ്രായം എത്രയാണെന്ന് നിനക്കറിയോ? 57 വയസ്സ്. ഞാൻ ഈ 57 വയസ്സുള്ള ലേഡിയുമായിട്ട് മാച്ച് ആവുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നീ ഇനി അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത്. ചിരിച്ചുകൊണ്ടാണ് സിഗാർഡ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് കേട്ട ബ്രാഗും ചിരിച്ചുപോയി. ഈ സമയത്താണ് റാഗി അങ്ങോട്ട് വരുന്നത്. അച്ഛൻ സമ്മർ വെക്കേഷനായി, എങ്ങോട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോകുന്നത് സ്പെയിനിലേക്കാണ്, അതുകൊണ്ട് എനിക്ക് സ്പെയിനിലേക്ക് തന്നെ പോകണം. അവൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ബ്രാഗും അത് ശരി വെച്ചു. അതെ അച്ഛാ, നമുക്ക് സ്പെയിനിലേക്ക് പോവാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ പറ്റും. അതെല്ലാം കേൾക്കുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നാണ് സിഗാർഡ് പറഞ്ഞത്. അങ്ങനെ സമയം രാത്രി, നല്ല മഴ പെയ്യുന്നുണ്ട്. നേരത്തെ ബോസ് പറഞ്ഞ സിഗാർഡിന്റെ ഒരു കോവർക്കർ ഉണ്ടായിരുന്നില്ലേ, അലൻ, അവനിപ്പോൾ ഫിൻമാർക്കിൽ നിന്നും നേരെ സിഗാർഡിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു ബാഗിലായിട്ട് ഒരു സാധനമുണ്ട്. അങ്ങനെ വേഗം തന്നെ ഓഫീസ് റൂമിലേക്ക് പോയതിനു ശേഷം സിഗാർഡ് ആ സാധനം ചെക്ക് ചെയ്തു. 3 വർഷത്തെ അലന്റെ കഷ്ടപ്പാടായിരുന്നു ആ സാധനം. ഒരു വലിയ കല്ല്, അതിലും കുറെ പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. വേഗം തന്നെ സിഗാർഡ് അതെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ പണിക്കിടെ ഇന്ന് മ്യൂസിയത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ സിഗാർഡ് അലനോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പം അലന് ചിരി വന്നു. അവൻ പറയുന്നത്, ബോസ് ഉറപ്പായിട്ട് നമ്മളെ തിരിച്ചു വിളിക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. അങ്ങനെ സിഗാർഡ് പരിശോധന തുടർന്നു. ആ പാറ്റേൺസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പം അതൊന്നും ലിപികളല്ല, അതെല്ലാം കോഡുകളാണ്. പക്ഷെ അതിന്റെ സെൻട്രൽ ഭാഗത്തുള്ള ഒരു കാര്യം മാത്രം മിസ്സായിരിക്കുന്നു. അവിടുത്തെ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞപ്പം ഒരു പ്രത്യേക ഷേപ്പാണ് അവർ കണ്ടത്. ഇതിനു മുമ്പും അവർ ആ ഷേപ്പ് കണ്ടിട്ടുണ്ട്. അതെ, ആ ക്യൂ നസയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ലോക്കറ്റിന്റെ ഷേപ്പ്, അതായിരുന്നു അത്. ആ ലോക്കറ്റ് ആണെങ്കിൽ ഇപ്പൊ മ്യൂസിയത്തിലാണുള്ളത്. ഇനി പോയിട്ട് അത് എടുത്തുകൊണ്ട് വരണം, എങ്കിൽ മാത്രമേ അവർക്ക് ആ കോഡുകൾ ഡീകോഡ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ വേഗം തന്നെ 2 പേരും മ്യൂസിയത്തിലേക്ക് പോയി. പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല എന്ന കാര്യം അവർക്കറിയാം. പക്ഷെ സിഗാർഡിന്റെ കയ്യിൽ മ്യൂസിയത്തിന്റെ കീ ഉണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് മ്യൂസിയത്തിനുള്ളിൽ കയറാൻ പറ്റി. എന്നിട്ട് വേഗം തന്നെ അവർ അവിടേക്ക് ചെന്നിട്ട് ആ ലോക്കറ്റ് എടുത്തു. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി.
അങ്ങനെ ആ ലോക്കറ്റ് ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചു വെച്ച് അവർ ആ കോഡുകളൊക്കെ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. അതിൽ നാസ പറഞ്ഞിരിക്കുന്നത് അവളുടെ അച്ഛനെ കുറിച്ചാണ്. അദ്ദേഹം അത്യാഗ്രഹം മൂത്ത് ദൈവത്തിന്റെ ശക്തി കണ്ടുപിടിക്കാൻ ഒരു യാത്ര നടത്തി മിഡ്ഗാർഡിലേക്ക്. ആ യാത്രയാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. 3 ദിവസത്തെ യാത്ര. അവരെത്തിച്ചേർന്നത് നിലയില്ലാത്തൊരു ലേക്കിന് മുമ്പിൽ. അതിന്റെ നടുവിലായിട്ടൊരു ദ്വീപും. ഐ ഓഫ് ഓഡിൻ എന്നാണ് ആ ദ്വീപിന്റെ പേര്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിലെ കോഡുകളൊക്കെ ദ ഐ ഓഫ് ഓഡിനിലേക്കുള്ള ഒരു മാപ്പാണ്. അത് കണ്ട് അവർക്ക് ശരിക്കും സന്തോഷമായി. ഇനി വേഗം തന്നെ ഫിൻമാർക്കിലേക്ക് പോയി ആ ദ്വീപ് കണ്ടുപിടിക്കണം. അതാണ് അവരുടെ അടുത്ത ലക്ഷ്യം. പക്ഷെ കുട്ടികളെ ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് സിഗാർഡിന് ഒരു ഐഡിയ തോന്നി. കുട്ടികൾ ഓൾറെഡി ഒരു വെക്കേഷന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ഫിൻമാർക്കിലേക്ക് പോവാം. എന്നാൽ അവനങ്ങനെ പറഞ്ഞപ്പം റാഗി താല്പര്യം കാണിക്കാതെ വാതിലും അടച്ചിരിക്കുകയാണ്. അവൾക്ക് സ്പെയിനിലേക്ക് തന്നെ പോയാൽ മതി. എന്നാൽ ബ്രാഗിന് കുഴപ്പമില്ല, എവിടേക്കാണെങ്കിലും അവന് നീന്തിയാൽ മാത്രം മതി. അവസാനം സിഗാർഡ് നിർബന്ധിച്ചപ്പം റാഗി സമ്മതിച്ചു. പക്ഷെ അവൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൾക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണം. പിന്നെന്താ, സിഗാർഡ് അതിന് സമ്മതിച്ചു. അങ്ങനെ വേഗം തന്നെ ഒരു പ്ലെയിനിൽ കയറി അവർ ഫിൻമാർക്കിലേക്ക് പുറപ്പെട്ടു. എയർപോർട്ടിലേക്ക് ചെന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവരെ സ്വീകരിക്കാൻ ഒരു ട്രക്കിൽ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പഴകിയ ട്രക്ക്. ഇവളുടെ പേര് എലിസബത്ത്. ഇവൾ അലന്റെ ഇവിടുത്തെ കോവർക്കറാണ്. അങ്ങനെ അവർ ആ ട്രക്കിന്റെ പുറകിൽ ചെന്ന് ഒരു മാപ്പ് എടുത്ത് ആ ദ്വീപിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ട്രക്കിന്റെ ഡ്രൈവർ വന്നത്. പോകേണ്ട സ്ഥലം ഇതുവരെയായിട്ട് തീരുമാനമായിട്ടില്ലേ? അയാൾ ആ ചോദ്യം കേട്ടപ്പം അലൻ അയാളെ സിഗാർഡിനെ പരിചയപ്പെടുത്തി. ഇയാളുടെ പേര് ലൈഫ്. ഇവിടുത്തെ ലോക്കൽ ഡ്രൈവറാണ്. എല്ലാ സ്ഥലവും ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇനി ഈ ലൈഫും ഇവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഈ ലൈഫ് ഒരു കടുംപിടുത്തക്കാരനാണ്. അലൻ അയാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് ആദ്യം പൈസ താ, എന്നിട്ടേ ഇനി ഇവിടുന്ന് ഒരടി മുന്നോട്ട് പോവുള്ളൂ. പുള്ളിയുടെ സ്വഭാവം നേരത്തെ അറിയാവുന്നതുകൊണ്ട് അലൻ ഒരു കെട്ട് കാശെടുത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീലാക്കി വേഗം തന്നെ അവർ യാത്ര പുറപ്പെട്ടു. ആ ട്രക്കിൽ കുറെ ദൂരം പോയി പിന്നീടുള്ള യാത്ര ഒരു നദിയിലൂടെയാണ്, ഒരു ബോട്ടിൽ. വളരെ മനോഹരമായ സ്ഥലം, ഉയർന്നു നിൽക്കുന്ന മലനിരകള്, അതിനിടയിലൂടെ സാവധാനം ഒഴുകുന്ന നദി. ആ യാത്ര എല്ലാവരും ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അത്ര മനോഹരമായ ഒരു ഭൂപ്രദേശം. അതിനിടയിൽ അപ്പുറത്തെ കാട്ടിലേക്ക് ഓടുന്ന ചില മൃഗങ്ങളെ അവർ കണ്ടു. ബോട്ട് ഓടിക്കുന്നത് ആ ലൈഫ് തന്നെയാണ്. അങ്ങനെ കുറെ നേരം ബോട്ടിൽ യാത്ര ചെയ്തതിനു ശേഷം അവരൊരു മല കയറാൻ തുടങ്ങി. 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ വൈക്കിങ്സ് സഞ്ചരിച്ചതും ഇതേ വഴി തന്നെയായിരുന്നു. ആ കഥയൊക്കെ നടക്കുന്ന സമയം സിഗാർഡ് മകന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ റാഗി അവളുടെ ഫോൺ എടുത്ത് നോക്കി. പക്ഷെ റേഞ്ച് ഒന്നുമില്ല. അങ്ങനെ നടന്ന് അവരൊരു കാട്ടിലേക്ക് എത്തി. അവിടെ നല്ല ഉയരത്തിൽ ഒരു കമ്പിവേലി കെട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വേലിയുടെ കാര്യമൊന്നും ആ മാപ്പിലുണ്ടായിരുന്നില്ലല്ലോ. സിഗാർഡാണെന്ന് ചോദിച്ചത്. അതേക്കുന്ന ലൈഫ് പറയുന്നത് ഇത് പഴയ കാലത്തെ സോവിയറ്റ് ബോർഡറാണ്. എന്നാൽ ഇപ്പം ഇതിനകത്ത് ആരുമില്ല. ഒരു 50 വർഷമെങ്കിലും ആയി കാണും ആളുകൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചിട്ട്. ഇനി ഇതിനകത്തേക്ക് കിടക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ഇഷ്ടം. അത് കേട്ടപ്പം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വേലിയൊന്നും ഇല്ലായിരുന്നു ലൈഫ്. അതുകൊണ്ട് നിങ്ങൾ വന്നേന്നും പറഞ്ഞിട്ട് അലനൊരു കത്രിക എടുത്തിട്ട് ആ വേലിയുടെ കണ്ണികൾ കട്ട് ചെയ്തു. ഏട്ടാ അതിന്റെ ഒരു ഭാഗം മാറ്റി എല്ലാവരും ആ ബോർഡിന്റെ അപ്പുറത്തേക്ക് പ്രവേശിച്ചു. ഏറ്റവും പുറകിലുള്ള റാഗിയാണ്. അവൾക്ക് എന്തോ വല്ലാത്തൊരു പേടി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവൾ മുന്നോട്ട് നടന്നത്. അങ്ങനെ നടക്കുന്ന വഴി ലൈഫ് ഒരു കാര്യം ചോദിച്ചു. എന്താണ് നിങ്ങൾ ഈ അന്വേഷിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾക്ക് വേണ്ട കാശ് ഞങ്ങൾ തന്നില്ലേ? അലൻ മറുപടി കൊടുത്തു. പിന്നീട് അയാളൊന്നും ചോദിച്ചതുമില്ല. അതിനിടയിൽ എല്ലാവരെയും നല്ല രീതിയിൽ കൊതുക് അടിക്കുന്നുണ്ട്. ഇപ്പൊ റാഗിയെ കടിച്ചത് കാണുമ്പോൾ എലിസബത്ത് അവളുടെ ശരീരത്തിൽ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു. അതിനിടയിൽ എലിസബത്ത് റാഗിയുടെ അമ്മയുടെ കാര്യം ചോദിച്ചു. എന്തേ നിന്റെ അമ്മ വരാഞ്ഞത്? അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പം എലിസബത്തിന് ഭയങ്കര സങ്കടം. മാത്രമല്ല അവൾക്കിപ്പം റാഗിയോട് വല്ലാത്തൊരു ഇഷ്ടവും തോന്നി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പോ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം കുറെ വണ്ടികൾ അവിടെ തകർന്നു നടക്കുന്നു. ഇതൊക്കെ യുദ്ധസമയത്തുള്ള വണ്ടികളാണ്. അവിടെ പരിശോധിക്കുന്നതിനിടയിൽ മലയുടെ താഴെയായിട്ട് എലിസബത്ത് ഒരു വാതിൽ കണ്ടു. പക്ഷെ അവൾ അത് തുറന്നു നോക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നടന്നവർ എത്തിച്ചേർന്നത് ആ ലേക്കിന് മുമ്പിലാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഐ ഓഫ് ഓഡിൻ എന്ന ദ്വീപ് കാണാം. ഒട്ടും സമയം പഴക്കില്ല. അവർ വേഗം തന്നെ ഒരു ചങ്ങാടം ഉണ്ടാക്കി. ആ ദ്വീപിലേക്ക് തുഴഞ്ഞു. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ദ്വീപാണത്. എന്നാൽ അവർ ആ ചങ്ങാടം തുഴഞ്ഞു പോകുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും എന്തോ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് അവരറിയുന്നില്ല. അങ്ങനെ കുറച്ചു സമയത്ത് തുഴച്ചതിന് ശേഷം എല്ലാവരും ഇപ്പൊ ദ്വീപിലേക്ക് കയറി. സിഗാർഡാണെങ്കിൽ ശരിക്കും ത്രില്ലിലാണ്. ആ വൈക്കിങ്സിന്റെ രഹസ്യം കണ്ടെത്താൻ ഇനി കുറച്ച് ദൂരം കൂടെ മാത്രം. അങ്ങനെ വേഗം തന്നെ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരവിടെ പരിശോധന തുടങ്ങി. എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞാണ് അവിടെ പരിശോധന നടത്തുന്നത്. എന്നാൽ കുറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം അവർക്ക് കിട്ടിയതോ ബുള്ളറ്റിന്റെ ഷെല്ലുകൾ മാത്രം. സിഗാർഡിന് വല്ലാത്തൊരു നിരാശയായിരുന്നു. എന്തായാലും ആ ബുള്ളറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് വൈക്കിങ്സ് അല്ല. ഈ സമയം റാഗി പറഞ്ഞത് എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നതിനെ കുറിച്ച് പോലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ എന്തിനാണ് അച്ഛാ നമ്മൾ സമയം കളയുന്നത്? നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ സിഗാർഡ് സമ്മതിക്കുന്നില്ല. ഞാൻ എന്താണ് അന്വേഷിച്ചു വന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്കുണ്ട്. ഞാൻ അതിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇവിടെ വിട്ടുവരും. സിഗാർഡ് തർപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പം എന്നാ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞിട്ട് ദേഷ്യത്തോടെ റാഗി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നാൽ ഈ സമയം സിഗാർഡ് അറിയാതെ ആ ലൈഫ് അവന്റെ ഡയറി എടുത്ത് അതെല്ലാം ചെക്ക് ചെയ്തു. അവരെന്താണ് അന്വേഷിക്കുന്നത് എന്ന് അയാൾക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ ഡയറി എടുത്തത് കാണുമ്പോൾ പെർമിഷൻ ചോദിക്കാതെയാണോ ഇതൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് സിഗാർഡ് ആ ഡയറി ഇങ്ങോട്ട് മേടിച്ചു. ഈ സമയം എന്തോ ആലോചിച്ചതിന് ശേഷം ലൈഫ് കയ്യിലുണ്ടായിരുന്ന മദ്യം എടുത്തിട്ട് കുടിച്ചു. ഇതേ സമയം തന്നെ റാഗി ആണെങ്കിൽ ആ കാട്ടിലെ കുറച്ചപ്പുറത്തേക്ക് എത്തി. അവൾ നോക്കിയപ്പം അവിടെ ഒരു കയറ് കെട്ടിയിരിക്കുന്നു.
ഉടനെ തന്നെ അവൾ ആ കയറ് ഫോളോ ചെയ്തു. എന്നാൽ അവൾ ഫോളോ ചെയ്ത് മുന്നോട്ട് നടക്കുന്ന സമയം ആ ലേക്കിൽ നിന്ന് എന്തൊരു ശബ്ദവും കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പം വെള്ളത്തിന്റെ അടിയിലേക്ക് എന്തോ താഴ്ന്നുപോയി. പക്ഷെ എന്താണെന്ന് കണ്ടില്ല. അങ്ങനെ റാഗി ഇപ്പം മുന്നോട്ട് നടന്ന് എത്തിച്ചേർന്നത് സോവിയറ്റ് യൂണിയന്റെ വലിയൊരു ബോക്സിന്റെ അടുത്താണ്. അതിന്റെ തൊട്ട പുറകിലായിട്ട് നല്ല വലിപ്പമുള്ള ഒരു യുദ്ധ ടാങ്കും കിടപ്പുണ്ട്. അവൾ വേഗം തന്നെ ആ ടാങ്കിന്റെ മുകളിലേക്ക് കയറി ചില്ലിലൂടെ അകത്തേക്ക് നോക്കി. ഈ സമയം തന്നെ ബ്രാഗ് ആണെങ്കിൽ വേറൊരു ഭാഗത്തൂടെ നടക്കുകയാണ്. അവനിപ്പം അവിടെ വലിയൊരു ഗുഹയുടെ അടുത്തേക്ക് എത്തി. വേഗം തന്നെ അവനവിടുത്തെ പാറയിൽ വലിഞ്ഞു കയറി ആ ഗുഹയുടെ ഉള്ളിൽ പ്രവേശിച്ചു. ഈ സമയം റാഗി ആണെങ്കിൽ ആ ടാങ്കിന്റെ ഉൾവശം പരിശോധിക്കുകയാണ്. അവിടെ കിടന്ന് 2-3 ഫോട്ടോസ് ഒക്കെ അവൾക്ക് കിട്ടി. അത് നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ആ ലൈഫ് അങ്ങോട്ട് വന്നത്. പെട്ടെന്ന് അയാൾ അങ്ങോട്ട് വന്നപ്പം അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ അയാൾ അവിടെയൊക്കെ പരിശോധിച്ചു. ആദ്യം അയാൾക്ക് അവിടെ കിടന്നൊരു തോക്ക് കിട്ടി. പക്ഷെ അത് ഉപയോഗശൂന്യമാണ്. പിന്നീട് അയാൾക്ക് കിട്ടിയത് ഒരു കുപ്പി മദ്യമാണ്. അതൊന്നും മണപ്പിച്ച് നോക്കിയതിന് ശേഷം അയാൾ അതും അവിടെ വെച്ചു. ഈ സമയം റാഗി നോക്കിയത് ഒരു പേഴ്സ് ആയിരുന്നു. അത് കണ്ടതും അയാൾ ആ പേഴ്സ് മേടിച്ചു. അതിനകത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടായിരുന്നു. നൈസായിട്ട് പുള്ളി അതങ്ങ് എടുത്തു. എന്നിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം തന്നെ സിഗാർഡ് അവന്റെ ആ ഡയറിയും പരിശോധിച്ചുകൊണ്ട് ആ ലേക്കിന്റെ അടുത്തിരിക്കുകയാണ്. അവന്റെ അടുത്തായിട്ട് ആ എലിസബത്ത് ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയല്ലേ? മോൾ എന്നോട് പറഞ്ഞു. അതേ എലിസബത്ത്, 5 വർഷമായി അവൾ മരിച്ചിട്ട്. എങ്കിലും അവളെ അങ്ങോട്ട് മറന്നു കളയാൻ പറ്റുന്നില്ല. എന്തിനു മറക്കണം സിഗാർഡ്? അത് നിങ്ങളുടെ പാസ്റ്റ് അല്ലേ? അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും. നിങ്ങൾ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്റെ കാലില് എന്റെ പഴയ ബോയ് ഫ്രണ്ടിന്റെ പേര് ടാറ്റു അടിച്ചിട്ടുണ്ട്. എന്റെ ഇപ്പോഴും ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാനത് കൊണ്ടു നടക്കുന്നില്ലേ? ഇതൊക്കെയാണ് ലൈഫ് സിഗാർഡ്. എന്ത് സംഭവിച്ചാലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടാണ് അവൾ ആ കാര്യം പറഞ്ഞത്. ഈ സമയത്താണ് ആ ഗുഹയിൽ നിന്നും ബ്രാഗ് വിളിച്ചത്. അതിനെ തുടർന്ന് സിഗാർഡ് വേഗം ആ ഗുഹയിലേക്ക് എത്തി. അവിടെ നിന്ന് താഴേക്ക് ടോർച്ച് അടിച്ചപ്പോൾ നല്ല താഴ്ച ഉണ്ടായിരുന്നു അതിന്. അത് കണ്ടപ്പോൾ സിഗാർഡിന് ഭയങ്കര സന്തോഷമായി. ആ താഴ്ചയിലാണ് അവർ അന്വേഷിച്ചു വന്ന രഹസ്യങ്ങൾ കിടക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ റോപ്പൊക്കെ സെറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആദ്യം ഇറങ്ങിയത് അലനും ലൈഫുമാണ്. സിഗാർഡ് ഇറങ്ങാൻ തുടങ്ങിയപ്പം ആ റോപ്പ് സെറ്റ് ചെയ്യാനൊക്കെ എലിസബത്ത് അയാളെ സഹായിച്ചു. അവൾ വല്ലാത്തൊരു അടുപ്പം സിഗാർഡിനോട് കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പം റാഗിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. ഈ ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛനെ ഈ എലിസബത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നാണ് അവളുടെ മനസ്സിലിപ്പോൾ. എല്ലാവരും താഴേക്ക് ഇറങ്ങിയതിന് ശേഷം വേഗം തന്നെ അവരവിടെ പരിശോധന തുടങ്ങി. ആ പരിശോധനയിൽ അവിടെ താഴെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ഒരു ഹെൽമെറ്റ് അലന് കിട്ടി. അത് ആ വൈക്കിങ്സിന്റേതായിരുന്നു. അപ്പൊ അവർ ഈ ഗുഹയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം അവർക്ക് തീർച്ചയായി. അവർക്കാണെങ്കിൽ സന്തോഷം അടക്കാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെയും അവരവിടെ പരിശോധന തുടർന്നു. അതിനിടയിൽ ബ്രാഗ് നേരെ പോയത് ആ ഗുഹയിലുള്ള ഒരു വെള്ളക്കെട്ടിന്റെ അടുത്തേക്കാണ്. അത് നോക്കിയപ്പോൾ താഴെ വെള്ളത്തിലായിട്ട് 2 മുട്ടകൾ പോലെ എന്തോ കിടക്കുന്നു. വേഗം തന്നെ ഒരെണ്ണം അവനിങ്ങ് എടുത്തു. എന്നാൽ അച്ഛനത് കാണിക്കാൻ വേണ്ടി വിളിച്ചപ്പം പുള്ളി നല്ല ബിസിയാണ്. അതുകൊണ്ട് ബ്രാഗ് ആ മുട്ട എടുത്തിട്ട് അവന്റെ ബാഗിലേക്ക് വെച്ചു. എന്നാൽ ഇതെല്ലാം ആ ലൈഫും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബ്രാഗ് അവിടെ നിന്ന് പോയപ്പോൾ അയാൾ അവിടേക്ക് വന്നു. എന്നാൽ പുള്ളി അവിടെ പരിശോധിക്കുന്നതിനിടയിൽ അയാൾ അറിയാതെ മറ്റേ മുട്ടയിൽ ചവിട്ടി. അതോടുകൂടെ അത് പൊട്ടിപ്പോവുകയും ചെയ്തു. പിന്നീട് അയാൾ കാലെടുത്തപ്പം ജെല്ല് പോലെ എന്തോ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. പുള്ളി വേഗം തന്നെ അത് അവിടെ തുടച്ചു കളയുകയും ചെയ്തു. അങ്ങനെ കുറെ നേരത്തെ പരിശോധനയിൽ ആ വൈക്കിങ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അവർക്ക് കിട്ടി. അതെല്ലാം അവരിങ്ങനെ കവറുകളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം വേഗം തന്നെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകണം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റേഴ്സ് ഉറപ്പായിട്ടും തിരിച്ചു വരും. ആ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാതെ ആ ലൈഫ് അയാളുടെ തോക്കുമായിട്ട് അങ്ങോട്ട് വന്നത്. അയാൾ പറയുന്നത് ഈ മുഴുവൻ സാധനങ്ങളും എനിക്ക് വേണമെന്നാണ്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർക്കതിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ആ സാധനങ്ങളെല്ലാം അവരെ കൊണ്ട് തന്നെ അയാൾ ഒരു തുണിയിലേക്ക് കെട്ടിച്ചു. എന്നിട്ട് അവരെ താഴെ നിർത്തി അയാൾ ആ റോപ്പിൽ കയറി മുകളിലേക്ക് പോയി. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അയാൾ ആ റോപ്പ് എടുത്ത് താഴേക്കിടുകയും ചെയ്തു. ഇനിയിപ്പം അവർക്ക് ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അങ്ങനെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ലൈഫ് ആ സാധനങ്ങളൊക്കെ ചങ്ങാടത്തിൽ കയറ്റി വേഗം തന്നെ അക്കരയ്ക്ക് തുഴഞ്ഞു. ഇതേസമയം തന്നെ ഗുഹയിലുള്ളവരാണെങ്കിൽ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവർക്ക് ആ പാറ കയറിയിട്ട് മുകളിലേക്ക് പോകണം. അതിനൊരു വഴിയാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് റാഗി അവിടെ എന്തോ ഒന്നിൽ ചവിട്ടുന്നത്. അത് കണ്ട് അവൾ നിലവിളിച്ചു പോയി. അതൊരു അസ്ഥികൂടമായിരുന്നു. അലൻ വേഗം ചെന്നിട്ട് ആ തലയോട്ടിങ് എടുത്തു. ഈ സമയം തന്നെ റാഗിയാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മാത്രം മതി എന്നാണ് അവൾ അവിടെ നിന്ന് പറയുന്നത്. ഇതേ സമയം തന്നെ ആ ചങ്ങാടത്തിൽ കയറിപ്പോയ ലൈഫാണെങ്കിൽ അതും തുഴഞ്ഞിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അയാൾ നേരത്തെ ആ വെള്ളത്തിലൊരു മുട്ടയിൽ ചവിട്ടിയില്ലായിരുന്നു. അതിന്റെ ആ ജെല്ല് ഇപ്പോഴയാളുടെ കാലിൽ കിടപ്പുണ്ട്. പുള്ളി അത് ആ ലേക്കിൽ തന്നെ കഴുകിക്കളഞ്ഞു. എന്നാൽ അത് കഴുകി കളഞ്ഞതിന് ശേഷം പിന്നീട് എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആ ഏരിയ മൊത്തം പരിശോധിച്ചു. എന്നാൽ വെള്ളത്തിൽ ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് വെള്ളത്തിന്റെ അടിയിൽ നിന്നൊരു സാധനം വളരെ വേഗത്തിൽ വന്നിട്ട് ആ ചങ്ങാടത്തിൽ പിടിക്കുന്നത്. എന്നാൽ അത് എന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. ഒറ്റ സെക്കൻഡോട് തന്നെ അത് അയാളെയും കൊണ്ട് താഴേക്ക് പോയി കഴിഞ്ഞു. ഇതേസമയം തന്നെ എലിസബത്ത് ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പാറയിൽ ഇങ്ങനെ വലിഞ്ഞു കയറാൻ തുടങ്ങി. ഇവളൊരു ക്ലൈംബറാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലാതെ അവൾ മുകളിലേക്ക് കയറി. അവളുടെ കയ്യിൽ ഒരു റോപ്പുണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് എത്തിയ റോപ്പ് താഴേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി വരാനും പറ്റും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ മുകളിലേക്ക് എത്തി. അത് കാണുമ്പോൾ താഴെ നിൽക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്തു. ഇനിയിപ്പോൾ അവർക്കും രക്ഷപ്പെടാലോ. പക്ഷെ അവർ കയറി മുകളിലേക്ക് വരുന്നൊന്നും കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. എന്നാൽ ലേക്കിന്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പം ആ ചങ്ങാട് അവിടെ കാണുന്നില്ല.
അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചങ്ങാടം കൂടിയേ തീരും. ഇപ്പൊ നല്ല രീതിക്ക് തളർന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ ഒരു ചങ്ങാടം ഉണ്ടാക്കണമെന്ന് അവരെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഇവിടെ റെസ്റ്റ് എടുക്കാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ എലിസബത്ത് കുട്ടികളെയും കൂട്ടി അവിടെ ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നല്ലോ, ആ ടാങ്കിന്റെ അടുത്തുണ്ടായിരുന്നത്. എലിസബത്തും കുട്ടികളും അതിനകത്താണ്. ഇന്ന് അവിടെ കിടന്നുറങ്ങാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അതിനിടയിൽ കുട്ടികൾ എലിസബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ഒന്നും ഇല്ലേന്ന്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഫാമിലി ലേഡി അല്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അതിനിടയിൽ സിഗാർഡും അലനും വേറൊരു ഭാഗത്ത് കൂട്ടിയിരിക്കുകയാണ്. സിഗാർഡ് ഇപ്പം അവന്റെ ഡയറി എടുത്ത് നോക്കുന്നുണ്ട്, അതിലാ ചിത്രങ്ങൾ. അലനാണെങ്കിൽ വല്ലാത്തൊരു നിരാശയിലാണ്, കാരണം ഒരുപാട് വർഷമായി അവൻ ഇതിന്റെ പുറകെ ഇറങ്ങിയിട്ട്. അതിനിടയിൽ സിഗാർഡ് ഒരു കാര്യം പറഞ്ഞു, എന്താണ് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കുറെ ഹെൽമെറ്റുകളും വാളുകളുമാണ്. പക്ഷെ ആ വൈക്കിങ്സ് ഒരിക്കലും ആ ഗുഹയിലേക്ക് വന്നത് ഈ വാളുകളും ഹെൽമെറ്റും ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തായിരിക്കും അവർ ഒളിപ്പിക്കാൻ ശ്രമിച്ചത്? എത്ര ആലോചിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടുന്നില്ലല്ലോ. സിഗാർഡ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അലൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ തലയോട്ടി ഉണ്ടല്ലോ, അവൻ അത് പരിശോധിക്കുകയാണ്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ആ തലയോട്ടിൽ നിന്നും അവനൊരു പല്ല് കിട്ടി, വലിയ ഏതൊരു ജീവിയുടേത്. അവൻ അതിപ്പം സിഗാർഡിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അവനും അത്ഭുതപ്പെട്ടു പോയി. ഇനിയിപ്പോൾ അതെന്തിൻ്റെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ, അതിന് തിരിച്ച് ആ ഗുഹയിലേക്ക് പോവാം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പ് സിഗാർഡ് ഇപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് നോക്കി. കുട്ടികളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അവരെ എഴുന്നേൽപ്പിക്കാതെ തന്നെ സിഗാർഡ് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയം തന്നെ നേരത്തെ ബ്രാഗ് ഒരു മുട്ട എടുത്തിട്ട് അവന്റെ ബാഗിലേക്ക് ഇട്ടിട്ടില്ലായിരുന്നു. ആ ബാഗ് ഇപ്പം ഇളകാൻ തുടങ്ങി. അതിനെ തുടർന്ന് ആ മുട്ട വെളിയിലേക്ക് വന്നു. ആ മുട്ടയ്ക്കകത്തുള്ള ആ ജീവി അതിപ്പോ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സിഗാർഡും അലനും ഇപ്പൊ ആ ഗുഹയിലേക്ക് തിരിച്ചെത്തി. അവരിപ്പോ അവിടുത്തെ വെള്ളത്തിലൂടെ അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. എന്തിൻ്റെതാണ് ആ പല്ല് എന്നവർക്ക് കണ്ടുപിടിക്കണം. എന്നാൽ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവർ അത്ഭുതപ്പെട്ടു പോയി. ആ ഏരിയ മൊത്തം അസ്ഥികൂടങ്ങളാണ്. അവർ വേഗം തന്നെ ഒരു ഫ്ലെയർ കത്തിച്ചു. ആ അസ്ഥികൂടങ്ങളൊക്കെ കണ്ടപ്പം ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇതൊരു നിധി ഇരിക്കുന്ന സ്ഥലമല്ല, ഇതൊരു ശവകുടീരമാണ്. ഈ സമയത്താണ് എന്തോ ശബ്ദം കേട്ട് ബ്രാഗ് എഴുന്നേക്കുന്നത്. ഇപ്പൊ റാഗിയും എഴുന്നേറ്റു. ബ്രാഗ് ഇപ്പൊ താഴേക്ക് നോക്കുമ്പോൾ ആ മുട്ട പൊട്ടിച്ചിട്ട് ആ ജീവി വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ അതിനെ കാണുന്നില്ല. എന്നാൽ എന്തോ ഓടിപ്പോകുന്ന അവർ കാണുന്നുണ്ട്. അത് കണ്ട് കുട്ടികൾക്ക് രണ്ടുപേർക്കും പേടിയായി. എലിസബത്ത് ആണെങ്കിൽ നല്ല ഉറക്കത്തിനുമാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബ്രാഗ് ഇപ്പൊ ആ ജീവിയെ കണ്ടു. അതൊരു പാമ്പായിരുന്നു. അത് വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. അതിന് വിശക്കുന്നോണ്ടായിരിക്കുന്നു കരുതിയിട്ട് ബ്രാഗ് അതിന് ഒരു ചിപ്സ് കൊടുത്തു. അത് ഉടനെ തന്നെ വന്നിട്ട് ആ ചിപ്സ് കടിക്കുകയും ചെയ്തു. എന്നാൽ ആ ചിപ്സ് കഴിച്ചു കഴിഞ്ഞതും അതൊരൊറ്റ ചീറ്റല്. അത് കണ്ടപ്പം ബ്രാഗ് പേടിച്ച് പുറകിലേക്ക് പോയി. ഈ സമയത്താണ് ശബ്ദം കേട്ട് എലിസബത്ത് എഴുന്നേക്കുന്നത്. ആ പാമ്പിനെ കണ്ടതും അവൾ വേഗം തന്നെ അതിനൊരു പെട്ടിയിലേക്കാക്കി. ഈ സമയം തന്നെ ഗുഹയ്ക്കകത്തിരുന്നിട്ട് സിഗാർഡ് ആണെങ്കിൽ അവന്റെ ഡയറി ചെക്ക് ചെയ്യാണ്. അതിലുണ്ടായിരുന്ന ആ മൃഗത്തിന്റെ തലയുണ്ടല്ലോ, അതാണ് അവൻ നോക്കുന്നത്. ഒരു പക്ഷെ ഇവർക്ക് കിട്ടിയത് ഈ ജീവിയുടെ പല്ലായിരിക്കും. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭീകര ജീവിയുടേത്. അപ്പൊ ആ ജീവി തന്നെ ആയിരിക്കും ആ വൈക്കിങ്സിനെ മൊത്തം കൊന്നു കളഞ്ഞത് എന്ന കാര്യം അവന് മനസ്സിലായി. ആ കാര്യമൊക്കെ അവൻ പറഞ്ഞതിന് ശേഷം അവർ പിന്നെയും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഈ സമയം അവർക്ക് വീണ്ടും ആ വെള്ളത്തിൽ നിന്നും ഒരു അസ്ഥികൂടം കൂടെ കിട്ടി. എന്നാൽ നോക്കുമ്പോൾ അത് ആ വൈക്കിങ്സിൻ്റെതായിരുന്നില്ല. ഇത് അടുത്ത കാലത്ത് മരിച്ച ആരുടേതാണ്. അതിൽ നിന്നും ആ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ജീവി ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അതും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങുള്ളിൽ നിന്നും ഒരു അലർച്ച കേൾക്കുന്നത്. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും അവിടെ മറിഞ്ഞിരുന്നു. ഈ സമയത്ത് നോക്കിയപ്പോൾ ആ ഗുഹയിൽ നിന്നും വലിയൊരു പാമ്പ് ഇഴഞ്ഞു വരുന്നത് അവർക്ക് കാണാനും പറ്റി. അതിപ്പോ പുറത്തേക്കാണ് പോയിരിക്കുന്നത്. കുട്ടികളാണെങ്കിൽ പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വേഗം വെളിയിലേക്ക് ഓടി. ഇതേസമയം എലിസബത്ത് ആ ചെറിയ പാമ്പിനെ അടച്ച പെട്ടി ഒരു ബാഗിലേക്കൊക്കെ അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. ആ ചെറിയ ജീവി ഇപ്പോഴും ആ പെട്ടിക്കകത്ത് കടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്നാൽ അത് ബഹളം വെക്കുന്നതിനനുസരിച്ച് ആ ടാങ്ക് ഒക്കെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു റോപ്പ് ഉണ്ടല്ലോ, അത് പിളകാൻ തുടങ്ങി. ആ റോപ്പാണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ആ ലേക്കിന്റെ അടിയിലേക്കും. ആ ചെറിയ ജീവി അവിടെ കടന്ന് നിലവിളിക്കുന്നത് ആ റോപ്പിലൂടെ താഴേക്ക് കേൾക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ ആ ശബ്ദം വെളിയിൽ പോകുന്ന കാര്യമൊന്നും എലിസബത്തും കുട്ടികളും അറിയുന്നുമില്ല. എന്നാൽ പെട്ടെന്നാണ് ആ വെള്ളത്തിന്റെ അടിയിൽ നിന്നും ആ ജീവി ആ റോപ്പിൽ പിടിച്ചു വലിക്കുന്നത്. അതിനെ തുടർന്ന് ആ കയറ് ലൂസാവാൻ തുടങ്ങി. അങ്ങനെ ആ വലിയ ബോക്സും നേരെ ആ ലേക്കിലേക്കാണ് പോകുന്നത്. ഇത് മനസ്സിലായതും എലിസബത്ത് കുട്ടികളെ കൊണ്ട് പുറത്തു കിടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഡോർ അടഞ്ഞിട്ട് അത് ജാമായി. അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല. കുട്ടികളിപ്പോൾ ഉറക്കെ അവരുടെ അച്ഛനെ വിളിക്കുകയാണ്. ഈ സമയത്താണ് ആ ലേക്കിന്റെ അറ്റത്തുള്ള 2 മരത്തിൽ ആ വലിയ ബോക്സ് സ്റ്റക്കായി പോയത്. അതിനെ തുടർന്ന് വലിയൊരു അലർച്ച അവർ കേട്ടു. എലിസബത്തും കുട്ടികൾ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് സിഗാർഡ് അങ്ങോട്ട് വന്നത്. എന്നാൽ അപ്പോഴേക്കും ആ ജീവി പിന്നെയും ആ റോപ്പിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആ പെട്ടി ഇപ്പോൾ ലേക്കിലേക്ക് വീഴും. അങ്ങനെ വേഗം തന്നെ സിഗാർഡും അലനും ആ പെട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തി. അതിനുശേഷം അവർ വളരെ കഷ്ടപ്പെട്ട് ആ ഡോർ തുറന്നു. എന്നിട്ട് എല്ലാവരും വെളിയിലേക്ക് ഇറക്കി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ പെട്ടി കുറച്ച് ഉയർന്നു. അതിനെ തുടർന്ന് അതിനകത്തുണ്ടായിരുന്ന ബ്രാഗ് ആ വലിയ ബോക്സിന്റെ താഴേക്ക് വീണു. അവന്റെ കയ്യിൽ തന്നെയാണ് ആ ജീവിയുള്ള ആ ചെറിയ പെട്ടി ഇരിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ സിഗാർഡ് ബ്രാഗിനെ വെളിയിലേക്ക് എടുത്തു. അതിനെ തുടർന്ന് ആ പെട്ടി ആ ലേക്കിലേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് അവർ നോക്കിയപ്പോൾ കണ്ടത് ആ വലിയ ജീവി ആ പെട്ടിയും കൊണ്ട് നേരെ വെള്ളത്തിനടിയിലേക്ക് പോകുന്നതാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. എത്രയും പെട്ടെന്ന് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി അവരവിടെ ഓടി. അങ്ങനെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പം എല്ലാവരും അവിടെ നിർത്തി സിഗാർഡ് നേരെ പോയത് ആ ടാങ്കിനുള്ളിലേക്കാണ്. അതിനകത്തൊന്നും അവനൊരു തോക്കും കിട്ടി. ഈ സമയം ബാക്കിയുള്ളവര് ആ ജീവിയെ നോക്കി ആ ലേക്കിന്റെ സൈഡിൽ നിൽക്കുകയാണ്. പക്ഷെ അത് മുകളിലേക്ക് പൊങ്ങി വരുന്നില്ല. ഈ സമയം അവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോഴാണ് അലനൊരു കാര്യം ശ്രദ്ധിച്ചത്. അത് ആ ചെറിയ ജീവിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പെട്ടിയായിരുന്നു. അവൻ വേഗം ചെന്നിട്ട് അത് തുറന്നു നോക്കി.
അതിനുശേഷം ആരും കാണാതെ ആ പെട്ടി എടുത്തിട്ട് അവന്റെ ബാഗിലേക്ക് വെച്ചു. ഈ കാര്യം അവൻ ആരോടും പറയുന്നുമില്ല. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ആ ലേക്കിന്റെ അപ്പുറത്തേക്ക് കിടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എലിസബത്ത് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അവളിപ്പോൾ ഒരു റോപ്പ് എടുത്തിട്ട് ഒരു കൊളുത്തിലേക്ക് ചുറ്റി, എന്നിട്ട് അത് ആ ഗണ്ണിൽ ഘടിപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് ഷൂട്ട് ചെയ്തു. കറക്റ്റായിട്ട് അത് ആ ലേക്കിന്റെ അപ്പുറത്തുള്ള ഒരു മരത്തിൽ ചെന്ന് തറക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ റോപ്പിന്റെ മറ്റേ അറ്റം ഇവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അപ്പുറത്തേക്ക് കിടക്കാനും പറ്റും. അങ്ങനെ ആ റോപ്പൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ആദ്യം അലനാണ് ആ ലേക്കിന്റെ അപ്പുറത്തേക്ക് പോകുന്നത്. ഒരു കുഴപ്പം പറ്റാതെ തന്നെ അവൻ ആ ഭാഗത്തേക്ക് ലാൻഡ് ചെയ്തു. അതിനുശേഷം അവർ അയക്കുന്നത് കുട്ടികളെ രണ്ടുപേരെയാണ്. അവരും കുഴപ്പമൊന്നുമില്ലാതെ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് പോകുന്നത് സിഗാർഡാണ്. എന്നാൽ അവൻ ആ റോപ്പിലൂടെ പോയി ലേക്കിന്റെ നടുഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പം ആ റോപ്പ് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലോക്ക് ഉണ്ട്, അത് അവിടെ സ്റ്റക്കായി. അവനിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ സമയം അവൻ അവിടെ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി എലിസബത്ത് ആ റോപ്പിൽ തൂങ്ങി ഇപ്പൊ സിഗാർഡിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവള് സിഗാർഡിന്റെ ആ ലോക്ക് അവിടെ നിന്ന് റെഡിയാക്കി കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി അങ്ങോട്ട് വന്നത്. അത് വെള്ളത്തിൽ നിന്നും അവരുടെ മേലേക്ക് ഒരൊറ്റ ചാട്ടം. അത് ഭീമാകാരനായ ഒരു പാമ്പായിരുന്നു. പക്ഷെ ആ ചാട്ടത്തില് അവരതിന് പിടുത്തം കിട്ടിയില്ല. അത് ആ റോപ്പിലാണ് കടിക്കുന്നത്. അതോടുകൂടെ റോപ്പ് കട്ടായി അവർ രണ്ടുപേരും താഴേക്ക് വീണു. അങ്ങനെ വെള്ളത്തിലേക്ക് വീണതിന് ശേഷം അവർ പൊങ്ങി വന്നപ്പം ആ ജീവി പിന്നെ അവരുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. എന്നാൽ ഈ സമയത്താണ് കരയിൽ നിന്നും അലൻ ആ ജീവിക്ക് നേരെ ഷൂട്ട് ചെയ്ത് അത് അതിന്റെ കണ്ണിൽ തന്നെ ഉണ്ടു. അതിനെ തുടർന്ന് ആ ജീവി വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. ഈ ഒരു ഗ്യാപ്പിൽ സിഗാർഡും എലിസബത്തും അപ്പുറത്തെ കരയിലേക്ക് നീന്തുകയും ചെയ്തു. അങ്ങനെ അവർ വേഗം തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് അവർ എത്തിച്ചേർന്നത് അവരാദ്യം വന്ന ആ വാഹനങ്ങളൊക്കെ പൊളിഞ്ഞടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഭാഗത്തേക്കാണ്. എന്നാൽ അതിൽ നടക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പം മരങ്ങളൊക്കെ ഇളകുന്നു. അതിൽ നിന്ന് ആ പാമ്പ് അങ്ങോട്ട് വരികയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ വേഗം ഓടി. അങ്ങനെ അവർ എത്തിച്ചേർന്നത് അവരാദ്യം വന്നപ്പം എലിസബത്ത് കണ്ടൊരു വാതിലുണ്ടായിരുന്നല്ലോ, അതൊരു ബങ്കറാണ്. അവർ വേഗം തന്നെ ആ വാതിൽ തുറന്നിട്ട് ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് കയറി. നല്ല വലിപ്പമുള്ളൊരു ബങ്കറായിരുന്നത്. എന്നാൽ വാതിൽ അടച്ചു കഴിഞ്ഞപ്പം ആ ജീവി വന്നിട്ട് വാതിലിടിക്കാൻ തുടങ്ങി. എന്നാൽ ആ വാതിലിന് അത്യാവശ്യം ബലമുണ്ട്. അതുകൊണ്ട് ഉടനെ ഒന്നും ആ ജീവിക്ക് അത് പൊളിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ വേഗം തന്നെ ആ ബങ്കറിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മറ്റൊരു വഴി കണ്ടെത്തണം. അതിനുവേണ്ടി അവർ ചെന്നിട്ട് അവിടുത്തെ മെയിൻ സ്വിച്ച് ഓണാക്കി 2-3 ലൈറ്റുകളൊക്കെ ഓണാവുകയും ചെയ്തു. അങ്ങനെ ലൈറ്റ് ഓണായി കഴിഞ്ഞ് അവർ ആ വഴി അന്വേഷിച്ചിട്ട് വേഗം തന്നെ അവിടുന്ന് ഓടി. എന്നാൽ എവിടെ ചെന്ന് നോക്കിയിട്ടും പുറത്തേക്കുള്ളൊരു വഴി മാത്രം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നവർക്ക് ഒരു ഐഡിയയും ഇല്ല. ഈ സമയമാകുമ്പോഴേക്കും അവിടുത്തെ ലൈറ്റൊക്കെ പോയി. ഇനിയിപ്പോൾ ആകെയുള്ള പ്രകാശം അവരുടെ കയ്യിലുള്ള ടോർച്ചാണ്. ശരിക്കും അതിനകത്ത് പെട്ടുപോയ അവസ്ഥ. ഈ സമയം റാഗിയാണെങ്കിൽ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. അവളിപ്പോൾ അവളുടെ അച്ഛനെ കുറ്റം പറയാണ്, നിങ്ങൾ ഒരാൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന്. അതേക്കുന്ന സിഗാർഡ് പറയുന്നത് എനിക്ക് കുറച്ച് ഉത്തരങ്ങൾ അറിയണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടതെന്നാണ്. എന്നാൽ അതൊന്നും അവളെ കൺവിൻസ് ചെയ്യുന്നില്ല. അങ്ങനെ തൽക്കാലത്തേക്ക് എല്ലാവരും അവിടെ റെസ്റ്റ് എടുത്തു. ഇപ്പം ആ ജീവിയുടെ ശബ്ദവും കേൾക്കുന്നില്ല. അതിനിടയിൽ റാഗി ഇപ്പം സിഗാർഡിന്റെ ഡയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ വരച്ചു വെച്ച കാര്യങ്ങളൊക്കെ അവൾ കണ്ടു. ഇതുകൊണ്ടൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് അവളിപ്പം അവളുടെ അച്ഛനോട് ചോദിക്കുന്നത്. അതിനെ തുടർന്ന് സിഗാർഡ് ഇപ്പം ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇതൊരു വൈക്കിംഗ് രാജാവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അയാൾ ആ ആർമിയും കൊണ്ട് ഈ ലേക്കിലേക്ക് വന്നു, മിഡ്ഗാർഡിലുള്ള ഒരു ഭീകര ജീവിയെ പിടിക്കാൻ. എന്നാൽ അയാളുടെ മകളായ അസ അയാളെ തടഞ്ഞു. പക്ഷെ അയാൾ കേട്ടില്ല. അതിനെ തുടർന്ന് ആ വെള്ളത്തിൽ നിന്ന് ആ ഭീകര ജീവി പൊങ്ങി വന്നു. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് അസയ്ക്ക് മാത്രമാണ്. ആ ജീവി പൊങ്ങി വന്നപ്പം അവൾ വേഗം കാട്ടിലേക്ക് ഓടി. ആ കല്ലിലുണ്ടായിരുന്നത് ഒരിക്കലും ഒരു മാപ്പായിരുന്നില്ല, അതൊരു വാണിംഗ് ആയിരുന്നു. അസ എഴുതി വെച്ചൊരു വാണിംഗ്, ഒരു കാരണവശാലും ഈ ലേക്കിന്റെ അടുത്തേക്ക് വരരുതെന്ന്. അസ പറഞ്ഞത് കേൾക്കാത്തോണ്ട് ആ വൈക്കിംഗ് രാജാവിനെയും അയാളുടെ മുഴുവൻ ആർമിയെയും ആ ജീവി കൊന്നു കളഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിഗാർഡ് ഇപ്പോൾ അവളോട് പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് സിഗാർഡ് ഒരു കാര്യം കണ്ടത്. അത് കുറെ പൈപ്പുകളായിരുന്നു, വെന്റിലേഷൻ പൈപ്പുകൾ. അപ്പൊ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഒരു വഴി കണ്ടെത്താൻ പറ്റും എന്ന കാര്യം അവർ മനസ്സിലായി. അങ്ങനെ വേഗം തന്നെ അവർ ആ പൈപ്പ് ഫോളോ ചെയ്തിട്ട് അവിടെ നടക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ ടോർച്ച് ഓഫായി പോകുന്നത്. അതുകൊണ്ട് അവർ വേഗം അവിടെ പന്തം കത്തിച്ചു. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം നല്ല ഉയരത്തിൽ അവർക്കൊരു ഡോറും കാണാൻ സാധിച്ചു. അതിനെ തുറന്നൊരു സ്റ്റാൻഡ് വലിച്ചിട്ടിട്ട് ഓരോരുത്തരായിട്ട് മുകളിലേക്ക് കയറി. ആ വാതിൽ തുറന്നിട്ട് ആദ്യം വെളിയിലേക്ക് കടന്നത് അലനാണ്. എന്നാൽ ഈ സമയത്താണ് സിഗാർഡ് താഴെ കിടക്കുന്ന ബാഗ് ശ്രദ്ധിച്ച് ആ ജീവി ഇരിക്കുന്ന പെട്ടി. അതിനകത്ത് ആ ജീവി ഉണ്ടെന്ന് മനസ്സിലായപ്പം അവൻ അലനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത് എടുത്തതെന്ന്. അതേക്ക് അലൻ പറയുന്നത്, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇതിന്റെ പുറകെ കിടക്കുകയാണ്. ആ ജീവി എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ ഞാൻ മെനക്കെട്ടേന് എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ട് ആ പെട്ടി ഇങ്ങതാ. ആദ്യം അതിന് സമ്മതിച്ചില്ലെങ്കിലും അവസാനം സിഗാർഡ് ആ പെട്ടി എടുത്തിട്ട് മുകളിലേക്ക് നീട്ടി. എന്നാൽ പെട്ടെന്നാണ് ആ ജീവി വന്നിട്ട് പുറത്തുള്ള അലനെ പിടിക്കുന്നത്. എന്നാൽ അത് അവനെ പിടിക്കുന്ന കാണിക്കുന്നില്ല. താഴെയുള്ള സിഗാർഡും കൂട്ടി നോക്കുമ്പോൾ ആ വലിയ പാമ്പിന്റെ തലയാണ് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ ആ ഡോറിനിട്ട് ഒരൊറ്റ അടി. അതോടുകൂടെ അവിടെ മൊത്തം തകർന്നു വീണു. എന്നാൽ ഈ സമയം താഴെ നിൽക്കായിരുന്ന കുട്ടികൾ വേഗം തന്നെ അവിടെ ഓടിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സിഗാർഡും എലിസബത്തും 2 ഭാഗങ്ങളിലായിട്ട് ബോധം കെട്ട് കിടക്കുകയാണ്. ഈ സമയം തന്നെ കുട്ടികളാണെങ്കിൽ അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ആ ജീവി ഇപ്പം അത് അവിടെ ഇവരെ അന്വേഷിച്ച് നടക്കുകയാണ്. അതിനെ കണ്ട് കുട്ടികൾ 2 പേരും കണ്ണടച്ചു. അത്രയും ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. പിന്നീട് ആ ജീവിയുടെ ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പം കുട്ടികൾ 2 പേരും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവർ ബാക്കിയുള്ളവരെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ജീവി അവരുടെ പുറകെ വരുന്നത്. അത് കണ്ടെത്തും അവർ 2 പേരും ഓടി. എന്നാൽ അവർക്ക് അധിക ദൂരം ഓടാൻ പറ്റുന്നില്ല. അവിടെ ചുമരായതുകൊണ്ട് അവരവിടെ സ്റ്റക്കായി.
ജീവിയാണെങ്കിൽ അവരുടെ തൊട്ടടുത്തു. കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കെ അവരുടെ അച്ഛനെ വിളിച്ചു. ആ നിലവിളി ശബ്ദം കേട്ടപ്പോൾ അവിടെ ബോധം കെട്ട് കിടന്നിരുന്ന സിഗാർഡ് എഴുന്നേറ്റു. എന്നാൽ അപ്പോഴേക്കും ആ ജീവിയാണെങ്കിൽ കുട്ടികളുടെ തൊട്ടടുത്തേക്ക് എത്തി. അതിപ്പോൾ അവർ വിഴുങ്ങാനായിട്ട് അതിന് വാ തുറക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് സിഗാർഡ് അങ്ങോട്ട് വരുന്നത്. അവന്റെ കയ്യിൽ ആ ചെറിയ പെട്ടി അടങ്ങിയ ബാഗും ഉണ്ട്. ആ ജീവി വന്നിരിക്കുന്ന അതിന്റെ കുട്ടിയെ അന്വേഷിച്ചിട്ടാണ് എന്ന കാര്യം സിഗാർഡിന് മനസ്സിലായി. അവന്റെ ബാഗിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിലേക്കുമ്പോൾ ആ വലിയ ജീവി കുട്ടികളെ വിട്ട് ഇപ്പൊ സിഗാർഡിന് നേരെ തിരിഞ്ഞു. ഇതൊക്കെ കണ്ട് കുട്ടികളാണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ജീവി തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ സിഗാർഡ് ആ ചെറിയ പാമ്പിനെ എടുത്തിട്ട് അതിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. തന്റെ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വലിയ ജീവി അവരൊന്നും ചെയ്യാതെ തിരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് വളരെ സമാധാനത്തോടെ കുട്ടികൾ വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അടുത്തായിട്ട് അവർ നേരെ എലിസബത്തിന്റെ അടുത്തേക്ക് വന്നു. അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവർ വിളിച്ചപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റു. പിന്നീട് കാണിക്കുന്നത് അവർ 4 പേരും അവൻ ആദ്യം വന്ന മലയുടെ മുകളിൽ നിൽക്കുന്നതാണ്. കുട്ടികളെല്ലാവരും വല്ലാത്തൊരു സന്തോഷത്തിലാണ്. കാരണം അവരാഗ്രഹിച്ച പോലെ എലിസബത്തും ഇനി അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.